ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷ് റിലീസ്. ഓഗസ്റ്റിൽ നമുക്ക് അത് കാണാം. ഇങ്ങ് കേരളത്തിലല്ല, അങ്ങ് തമിഴ്നാട്ടിൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാം. ആരായിരിക്കും ഇതിൽ വിജയക്കൊടി പാറിക്കുക എന്നുള്ളത്? രജനീകാന്തിൻ്റെയും അതേപോലെ തന്നെ ധനുഷിൻ്റെയും സിനിമകളിൽ ഇവർ രണ്ടുപേരും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത് നമുക്കറിയാം. ജയിലർ 2 എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ മാത്യുവായി എത്തുമ്പോൾ, ഓം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി തകർക്കാൻ പോകുന്നു കാർത്തികേയൻ എന്നുള്ള പേരിലൂടെ. കൊടൂര വില്ലനായി തന്നെ എത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടതാണ്. ജയിലർ എന്ന സിനിമ മോഹൻലാൽ എന്ന ഒറ്റ വ്യക്തിയുടെ പേരിൽ കേരളത്തിൽ നിന്ന് 57 കോടിയോളമാണ് കളക്ട് ചെയ്തത്. ജയിലർ 2 വരുമ്പോൾ 1000 കോടിയോളമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ജയിലർ 2-ൽ മോഹൻലാൽ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത് ഇവരെല്ലാവരും അണിനിരക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും രജനീകാന്തിൻ്റെയും ധനുഷിൻ്റെയും ചിത്രമാണെങ്കിലും മലയാളികൾക്ക് ഇത് മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷാണ്. ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് ഈ രണ്ട് സിനിമകളുടെയും റിലീസ് ഇന്ന് വന്നിരിക്കുന്നത്. വമ്പിച്ച ഒരു റെക്കോർഡായിരിക്കാം ജയിലർ 2 നേടാൻ പോകുന്നത്. ധനുഷിന് ഏറെ നാളിന് ശേഷമുള്ള ഒരു വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. എന്താണേലും ആ രണ്ട് സിനിമകളും അമ്മാതിരി കൊടൂര സംഭവങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയും തന്നെയാണ്. എന്തായാലും ഇവിടെ ഒരു ക്ലാഷ് റിലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് മാറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും സിനിമ കാണാൻ മലയാളത്തിൽ ഇത് ഇടി തന്നെയായിരിക്കും എന്നുള്ളത്. കാരണം ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ഒരു ക്ലാഷ് റിലീസ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ ഈ രണ്ട് സിനിമകൾ ഇറങ്ങുമ്പോൾ മുൻതൂക്കം തീർച്ചയായും ജയിലർ 2-നാണെങ്കിൽ പോലും ഇവിടെ കയറാൻ പോകുന്നത്, കാഴ്ചക്കാരെ അടിപ്പിക്കാൻ പോകുന്നത് മമ്മൂട്ടി എന്നുള്ളതിന് സംശയങ്ങളും ഉണ്ടാവില്ല. കാരണം മമ്മൂട്ടി വില്ലനായിട്ടാണ് എത്തുന്നതെങ്കിൽ ഇക്കുറി അത് അമ്മാതിരി കൊടൂര തൂക്ക് തന്നെയായിരിക്കും. നമുക്ക് അറിയാം, ഈ രണ്ട് സിനിമകൾക്കും വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അത്രത്തോളം ഗംഭീരമായ രീതിയിൽ ഒരു പൊട്ടൻഷ്യലോടെ ഈ രണ്ട് സിനിമകൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് സിനിമയുടെ ഒപ്പമാണ് എന്നുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം. എന്തായാലും ഗംഭീര റിലീസാകട്ടെ, ഗംഭീര വിരുന്നാകട്ടെ. ഓരോ പ്രേക്ഷകനും മലയാളികൾക്ക് അപ്പുറത്തേക്ക് തമിഴിലും തെലുങ്കിലുമൊക്കെ ഈ ചിത്രങ്ങൾ ഗംഭീരമായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾ ആരുടെ ഫാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ ആണ് ഈ രണ്ട് സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.